കേരളത്തെ ഞെട്ടിച്ച പകുതി വില തട്ടിപ്പ് 1000 കോടിയുടേത്. പകുതി വിലയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും വാഗ്ദാനം ചെയ്താണ് തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണൻ കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. പണം വിദേശത്തേക്ക് കടത്തിയെന്നാണ് സൂചന. അനന്തു കൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. അന്വേഷണത്തിന് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. ഏകദേശം 10 കേസുകളുണ്ടോ വേറെ വേറെ പോലീസ് സ്റ്റേഷനിൽ മെയിൻ അക്യൂസ് അനന്തു കൃഷ്ണനെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ഈ എല്ലാ കേസസ് നോക്കാൻ വേണ്ടി ഡിവൈഎസ്പി മൂവാറ്റുപുഴ PM ബൈജുവിലെ കീഴിൽ ഒരു SIT ഫോം ചെയ്തിരുന്നു. നമ്മുടെ ഈ 10 കേസുകളിൽ ടോട്ടൽ എമൗണ്ട് അറൌണ്ട് 20 to 25 lakhs ആണ്. പക്ഷേ ബാങ്ക് അക്കൗണ്ടിൽ ഏകദേശം 4-5 കോടികൾ രൂപ ഉണ്ടായിരുന്നു. അതെല്ലാം ഫ്രീസ് ആയിരുന്നു. അനന്തുവിനെതിരെ വിവിധ ജില്ലകളിൽ നിന്നും പരാതി പ്രവാഹമാണ്. കണ്ണൂരിൽ മാത്രം 2000-ലധികം പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, തട്ടിപ്പ് വ്യാപകമാണ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്ത് വരെ പരാതികളാണ്. എങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ സ്വഭാവം എന്താണ്? സ്മൃതി, CSR ഫണ്ടിന്റെ മറവിലാണ് അനന്തുകൃഷ്ണൻ ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, വിശ്വാസ്യത നേടിയെടുക്കാൻ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ അത് പ്രചരിപ്പിക്കുന്നു. അങ്ങനെ വിശ്വാസ്യത നേടിയെടുത്ത പകുതി വിലക്ക് ഇരുചക്രവാഹനം, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ ഓരോ പ്രദേശങ്ങളിലെത്തി അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സഹായം തേടുന്നു, കുടുംബശ്രീ അംഗങ്ങളുടെ സഹായം തേടുന്നു. അങ്ങനെ പണം സമാഹരിക്കുന്നു. പകുതി തുക അത് നേരത്തെ തന്നെ മുൻകൂറായി സമാഹരിക്കുന്നു. പിന്നീട് സ്കൂട്ടർ അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ തയ്യൽ മെഷീനോ അതൊക്കെ വാഗ്ദാനം ചെയ്ത് പിന്നീട് ഈ അനന്തു കൃഷ്ണനെ കാണാൻ കഴിയില്ല. അത് ആവശ്യപ്പെടുമ്പോൾ അത് ഉടൻ ലഭ്യമാകും, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ പറയും. അങ്ങനെ അത് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു പതിവ്. ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തട്ടിപ്പ് നടത്തി. ചിലയിടങ്ങളിൽ, ഭൂരിഭാഗം ഇടങ്ങളിലും രാഷ്ട്രീയ നേതാക്കളുടെ സഹായം ലഭിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അതൊക്കെ പക്ഷേ പ്രാദേശിക നേതാക്കളാണ്. എല്ലാവരെയും അനന്തു കഥകൾ നിരത്തി ഇതിൻ്റെ വിശ്വാസ്യത അവരുടെ നേടിയെടുത്തതിന് ശേഷമാണ് അവരെയൊക്കെ കുരുക്കിലാക്കിയത്. ഏതായാലും പരാതികൾ സംസ്ഥാന വ്യാപകമായി വന്നു കഴിഞ്ഞു. പോലീസ് ആസ്ഥാനത്ത് മാത്രം 6 പരാതികളെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള തീരുമാനമെടുത്തത്. കൊച്ചി ആസ്ഥാനമായുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് വിഭാഗമാണ്. SP-യുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. സംസ്ഥാനത്ത് ഇതുവരെ 15ഓളം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലേറെ പരാതികളുണ്ട്. 100 കണക്കിന് പരാതികളാണ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി എത്തിയത്. കണ്ണൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ഇങ്ങനെയുള്ള 5 ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തട്ടിപ്പിന് ഇരയായതെന്ന് പോലീസ് പറയുന്നുണ്ട്. 1000 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് 2 വർഷം കൊണ്ട് അനന്തു കൃഷ്ണൻ നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ്. അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ മാത്രമേ തട്ടിപ്പിൻ്റെ മറ്റു വിവരങ്ങൾ ലഭിക്കൂ എന്ന് പോലീസ് പറയുന്നുണ്ട്. അതിനൊപ്പം ഈ തട്ടിച്ചെടുത്ത തുക, ആ പണം എവിടേക്കാണ് അനന്തു കൃഷ്ണൻ കൊണ്ടുപോയത് എന്ന് പ്രധാനമായും അന്വേഷിക്കുന്നത്. അത് വിദേശത്തേക്ക് കടത്തിയെന്ന സംശയം പോലീസിനുണ്ട്. ഏതായാലും അക്കൗണ്ടിലുള്ള പണം അത് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കുറഞ്ഞ തുക മാത്രമാണ് അക്കൗണ്ടിലുള്ളത്. ഏതാണ്ട് ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ തന്നെ 250-ലേറെ കോടി രൂപ ഈ അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിലൂടെ അത് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ഏതാണ്ട് തട്ടിപ്പിന് ഇരയായ ഭൂരിഭാഗം പേരും സാധാരണക്കാരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പഞ്ചായത്ത് അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്ന് പോലീസിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇനിയും പുതിയ പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് വരും. കാരണം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ തട്ടിപ്പിന് ഇരയായവർ പരാതിയുമായി പോലീസ് സ്റ്റേഷനെ സമീപിക്കുമെന്ന പ്രതീക്ഷയാണ് പോലീസ് സംഘത്തിനുമുള്ളത്. റോഷി, മടങ്ങി വരാം.